ഷെയർ മാർക്കറ്റിൽ നിന്ന് വളരെ പെട്ടെന്ന് ലാഭം നേടാൻ ആഗ്രഹിക്കുന്നവരാണ് മിക്ക ആളുകളും. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡും സിൽവറും അതിഗംഭീരമായ റിട്ടേൺ കൊടുത്താണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സിൽവർ 30%, ഗോൾഡ് 14% കറക്റ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. സെബിയുടെ റീസെൻ്റ് ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 2023 ഫിനാൻഷ്യൽ ഇയറിലെ ഡാറ്റയിൽ 50%-ലധികം ആളുകൾ, കൃത്യമായി പറഞ്ഞാൽ 56.83% ആളുകൾ ഇന്ന് മ്യൂച്വൽ ഫണ്ടുകൾ ഒരു വർഷത്തിനകത്ത് റിഡംഷൻ നടത്തുന്നു. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മിനിമം ഒരു 3 വർഷമെങ്കിലും നമ്മളിത് ഹോൾഡ് ചെയ്യണം. അതിന് പോലും ക്ഷമയില്ലാതെ വളരെ പെട്ടെന്ന് റിഡംഷൻ നടത്തുന്നു. ഒരു സ്കീം, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈല് അല്പം നെഗറ്റീവ് ആകുമ്പോൾ, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് പോകുമ്പോൾ പേടിച്ച് നമ്മൾ വിൽക്കുന്നു. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഫോമോ എന്ന് പറയുന്നതും, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. മുകളിലോട്ട് പോകുന്ന ഒരു അസറ്റിനെ, ചുരുക്കി പറഞ്ഞാൽ ഓടുന്ന ബസ്സിൽ ചാടിക്കയറുന്നത് പോലത്തെ ആറ്റിറ്റ്യൂഡും. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന ഏക പാളിച്ച. പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, വളരെ ഭൂരിഭാഗം പേരും ഒരു വർഷത്തിനകത്ത് റിഡംഷൻ നടത്തുന്നു. അത് മ്യൂച്വൽ ഫണ്ട് ആവട്ടെ, സ്റ്റോക്ക് ആവട്ടെ, ETF-കളാവട്ടെ, എന്ത് തന്നെയായാലും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു വർഷത്തിനകത്ത് ഇവരുടെ പ്രോഫിറ്റ് ലാഭമെടുത്ത് മാറുമ്പോൾ സംഭവിക്കുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്ന ഇനത്തിൽ ഗവൺമെൻറ്റിന് വളരെ വലിയൊരു ശതമാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് ആയിട്ട് പോകുന്നുണ്ട്. ഇത് റെസിഡൻറ്റ് ഓഫ് ഇന്ത്യന് ഒരു രീതിയിലാണ്, NRIസിന് വേറെ രീതിയിലാണ്. നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഒന്ന് പഠിച്ച് മനസ്സിലാക്കാം. ഇതുവഴി നിങ്ങൾക്ക് ഒരുപാട് ടാക്സ് സേവ് ചെയ്യുവാനും അതേസമയം നിങ്ങൾക്ക് പെനാലിറ്റി വരാതെ, ഇൻകം ടാക്സിന് നോട്ടീസ് വരാതെ ഒരുപക്ഷെ രക്ഷപ്പെടാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചേക്കാം. ഇന്ത്യയിലെ പുതിയ ടാക്സ് റിജീം പ്രകാരമുള്ള ടാക്സ് സ്ലാബാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ ആദ്യത്തെ 4 ലക്ഷം രൂപക്ക് 0% ടാക്സ് ആണ്. അതിന് മുകളിലോട്ടുള്ളത് 5, 10, 15 അങ്ങനെ തുടങ്ങി 30% വരെ നമുക്ക് ടാക്സ് വരും നമ്മുടെ വാർഷിക വരുമാനത്തിനനുസരിച്ച്. ഇനി ഇത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും എങ്ങനെയാണ് നമുക്ക് റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ കുറച്ചെടുക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം സംസാരിക്കുന്നത് റെസിഡൻറ്റ് ഓഫ് ഇന്ത്യന് എങ്ങനെയാണ് ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വാങ്ങി വിൽക്കുന്ന ടാക്സിനായാലും മ്യൂച്വൽ ഫണ്ടിനായാലും ലാഭത്തിൽ നിന്ന് ടാക്സ് പോകുന്നത്, ആ ടാക്സ് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്ക് ഇൻകം ടാക്സിലെ ഒരു റൂളാണ് സെക്ഷൻ 111A എന്ന് പറയുന്നത്. നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ, നിങ്ങൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ടായിട്ട് ഈ ഓപ്ഷൻ എനേബിൾ ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഈ ഡയഗ്രത്തിൽ അല്ലെങ്കിൽ ഈ ഇമേജിൽ കാണിക്കുന്നത് പോലെ നിങ്ങളുടെ വാർഷിക വരുമാനം, നിങ്ങൾക്ക് ഒരുപക്ഷെ സാലറിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ റെൻ്റൽ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം. നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് 4 ലക്ഷമാണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 1 ലക്ഷമാണെന്നും വിചാരിക്കാം. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ നിന്നുള്ള പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങളുടെ ടോട്ടലായിട്ട് നിങ്ങളുടെ ഇൻകം 5 ലക്ഷം, 2 സൈഡിലും 5 ലക്ഷം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ നിങ്ങൾ ഫയൽ ചെയ്യുന്ന സമയത്തുള്ളതാണ് സെക്ഷൻ 111A. ഇത് ഡിഫോൾട്ടായിട്ട് അവിടെ ഉണ്ടാകും. ഈ ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഓപ്ഷൻ ഒഴിവാക്കണം. ഈ ഓപ്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇൻകം ടാക്സ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, നിങ്ങൾക്ക് എത്ര ലാഭം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടായോ, അത് മ്യൂച്വൽ ഫണ്ടോ സ്റ്റോക്കോ ETF എന്ത് വിറ്റിട്ടാണെങ്കിലും ആ ലാഭത്തെ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ കാണിക്കണം. ഇല്ലെങ്കിൽ അത് പെനാൽറ്റിയിലോട്ട് പോകും. അത് കാണിക്കുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ, സെക്ഷൻ 111A ഫോളോ ചെയ്യണോ, സെക്ഷൻ 111A ഫോളോ ചെയ്യാതിരിക്കണോ, നമ്മുടെ തീരുമാനമാണ്. സെക്ഷൻ 111A ഫോളോ ചെയ്തിട്ടാണ് ഡിഫോൾട്ട് അവിടെ കിടക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കുള്ള ലാഭം, അല്ലെങ്കിൽ ഈ ഷെയർ മാർക്കറ്റിൽ നിന്നുള്ള നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. 20% അതിൻ്റെ ടാക്സ് റേറ്റ് അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 20,000 രൂപ. അതിൻ്റെ 4% ഹെൽത്ത് ആൻഡ് സെസ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രയും, അത് കൂട്ടിക്കഴിയുമ്പോൾ 800.
അങ്ങനെ ടോട്ടലായിട്ട് നമുക്ക് വരുന്നത് 20,800 രൂപയാണ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള 20,800 എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ ഈ സെക്ഷൻ എടുക്കാതിരുന്നാൽ, നിങ്ങൾക്ക് ഈ സെക്ഷൻ എടുക്കാതിരിക്കാം, നിങ്ങളൊരു റെസിഡന്റ് ഓഫ് ഇന്ത്യൻ ആണെങ്കിൽ മാത്രം. അങ്ങനെ എടുത്താൽ ഈ പറയുന്നത് പ്രകാരം നിങ്ങളുടെ ടോട്ടൽ ഇൻകം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 ലക്ഷമാണ്, അതിൽ മാറ്റമില്ല. പക്ഷേ അവിടെ 5 ലക്ഷം എന്ന് പറയുമ്പോൾ 0 to 4 lakhs, ആദ്യത്തെ 4 ലക്ഷത്തിൽ നിങ്ങൾ ടാക്സ് കൊടുക്കുന്നില്ല. ബാക്കി എത്രയാണ് വരുന്നത്? 4 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ ഉള്ള എമൗണ്ടിന് നിങ്ങളുടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 5% മാത്രമാണ്. ഈ 5 ലക്ഷത്തിൽ 4 ലക്ഷം ഇൻകം ആണ്, 4 ലക്ഷത്തിന് ഓൾറെഡി ടാക്സ് പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി ടാക്സ് ഇല്ല. 0 to 4 lakhs വരെ ടാക്സ് ഇല്ല. ബാക്കി വരുന്ന 1 ലക്ഷം രൂപക്ക് 5% ടാക്സ് എന്ന് പറയുമ്പോൾ 5,000 രൂപ. അവിടെ വരുന്ന സെസ്സും അടക്കം 200 രൂപ എക്സ്ട്രാ. ടോട്ടലായിട്ട് വരുന്നത് 5,200 രൂപയാണ് നിങ്ങൾക്ക് ഈ കേസിൽ വരുന്ന ടാക്സ്. 20,800 രൂപ അടക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾക്ക് വെറും 5,200 രൂപ ടാക്സ് അടച്ചാൽ മതി. ഏകദേശം ഒരു 15,000 രൂപയോളം നിങ്ങൾക്ക് അവിടെ ലാഭിക്കാൻ പറ്റും. കൃത്യമായി ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് പറയുമ്പോഴും ഡെഫിനറ്റ് ആയിട്ടും ഇതിൻ്റെ തെളിവും തരേണ്ടതും എൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. ഇന്ത്യയിലെ ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ നിന്നുള്ള റെക്കോർഡാണ് ഈ കാണുന്നത്. 111A സെക്ഷൻ പ്രകാരം ഇൻഡിവിജ്വൽ ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബീങ് എ റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ റിഡക്ഷന് നിങ്ങൾക്ക് ചാൻസസ് ഉണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരു എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കാം. ഇനി നമുക്ക് NRIസിൻ്റെ കേസ് ശ്രദ്ധിക്കാം. പൊതുവെ NRIസ് 2 ടൈപ്പ് ഓഫ് കാറ്റഗറി ഉണ്ട്. ഒരു കാറ്റഗറി അവർ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡ് ചെയ്ത് അവർ തന്നെ NRI ഡിമാറ്റ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരു റെസിഡന്റ് ഡിമാറ്റ് അക്കൗണ്ട് NRI ആയിട്ട് കയ്യിൽ വെച്ചാൽ ഫെമ റൂളിൻ്റെ വയലേഷനാണ്, ഫൈൻ ലഭിക്കും. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. കാര്യത്തിലോട്ട് വരാം. പല ആളുകളും ചെയ്യുന്ന മറ്റൊരു സംവിധാനമാണ് നിങ്ങളുടെ ഭാര്യയുടെ പേരിലോ അമ്മയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റു റിലേറ്റീവിൻ്റെ പേരിലോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. അവർ നാട്ടിലായിരിക്കും, അവർ റെസിഡന്റ് ഓഫ് ഇന്ത്യൻ ആയിരിക്കും. ജസ്റ്റ് ഫ്യൂ ക്ലിക്സ് അവേ അവർക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ ഒരു എളുപ്പത്തിന് അവരുടെ പേരിൽ നിങ്ങൾ ചെയ്യും. ഇവിടെ വരുന്ന പ്രശ്നം, നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ടാക്സ് ഇംപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ടാക്സ് പെനാൽറ്റി വരും, പണിഷ്മെന്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. എങ്ങനെയാണെന്ന് ഒരു എക്സാമ്പിൾ സഹിതം നോക്കാം. ഇപ്പം നിങ്ങൾ പുറത്ത് നിൽക്കുന്നു, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ഒരു കൊല്ലത്തിൽ നിങ്ങൾ 20 ലക്ഷം രൂപ സമ്പാദിക്കുന്നു എന്ന് വിചാരിക്കുക എക്സാമ്പിളിന് വേണ്ടിയിട്ട്. നിങ്ങൾ അതിൽ 5 ലക്ഷം രൂപ നിങ്ങൾ വൈഫിന് കൊടുക്കുന്നു, അതും ഓക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ലാഭം, സ്റ്റോക്ക് മാർക്കറ്റ് ലാഭം 50,000 രൂപ, വൈഫിന്റെ ലാഭം 1,50,000 രൂപ. ക്ലബിംഗ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ക്ലബിംഗ് ഓഫ് ഇൻകം സെക്ഷൻ നമ്പർ 60 തൊട്ട് 64 വരെ ഇൻകം ടാക്സ് റൂൾ പറയുന്നത്, നിങ്ങൾ കൊടുത്ത ഇൻകം അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള 5 ലക്ഷം രൂപ വെച്ചിട്ടാണ് വൈഫ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. നിങ്ങൾ വൈഫിന്റെ അക്കൗണ്ടിലോട്ട് അയക്കുന്നു, വൈഫ് അവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അത് കൺട്രോൾ ചെയ്യുന്നു. പക്ഷെ അവിടെ വൈഫിന്റെ ലാഭം എന്ന് പറയുന്നത് 1,50,000 ആണ്. അതിന്റെ അർഹതപ്പെട്ട ആൾ എന്ന് പറയുന്നത് വൈഫല്ല, നിങ്ങളാണ്. കാരണം നിങ്ങൾ കൊടുത്ത ക്യാഷിൽ നിന്നാണ് വൈഫ് ആ പ്രോഫിറ്റ് അവിടെ ജനറേറ്റ് ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ ടാക്സ്, അതിൻ്റെ ഇൻകം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകം ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, വൈഫിൻ്റെ ഇൻകം ആയിട്ടല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് 50,000 പ്ലസ് 1,50,000 ചേർന്ന് 2 ലക്ഷം രൂപയാണ് നിങ്ങളുടെ വാർഷിക ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ അടക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് അതിൻ്റെ 20%, അതായത് 40,000 രൂപ അടക്കണം. ഇവിടെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം. റെസിഡന്റ് ഓഫ് ഇന്ത്യന് നമ്മൾ നേരത്തെ പറഞ്ഞ 111A സെക്ഷൻ ചൂസ് ചെയ്യാതെ ഇരുന്നാൽ 20,000 രൂപ ഉണ്ടായിരുന്ന ടാക്സ് 5,000 രൂപയിലോട്ട് കുറച്ചു. അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. NRIസിന് 111A സെക്ഷൻ
മസ്റ്റായിട്ട് ഫോളോ ചെയ്തേ പറ്റൂ. 111A സെക്ഷൻ എടുക്കാതെ ചെയ്യുവാനുള്ള ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. സോ 111A സെക്ഷൻ ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ NRIസിന് ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഈ ടാക്സ് അടക്കണം. ഭൂരിഭാഗം പേരുടെ കേസിൽ എന്താ സംഭവിക്കുന്നത്? വൈഫ് റെസിഡൻ്റ് ആയി നിൽക്കുന്നു, ഇത് വൈഫിൻ്റെ ടാക്സിൽ കാണിക്കുമ്പോൾ അവിടെ ടാക്സ് ഇല്ലാതെ ആയി പോകും. എന്നിട്ട് നിങ്ങളുടെ ഇൻകം ആയിട്ടുള്ള 50,000 രൂപ മാത്രം നിങ്ങൾ കാണിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ 50,000 കാണിക്കുന്നു. എന്നിട്ട് 50,000ൻ്റെ 20% എന്ന് പറയുമ്പോൾ 10,000 രൂപ ടാക്സ് അടക്കുന്നു. വൈഫിന് അവിടെ റെസിഡന്റ് ഓഫ് ഇന്ത്യൻ ആണ്, നേരത്തെ പറഞ്ഞ 111A സെക്ഷൻ അപ്ലിക്കബിൾ അല്ലാതെ വൈഫ് അവിടെ കാണിക്കുന്നു. അതുകൊണ്ട് വൈഫിന് ടാക്സ് ഇല്ലാതെ പോകുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന്. പക്ഷെ അവിടെയാണ് തെറ്റ് വരുന്നത്. വൈഫിൻ്റെ ലാഭം നിങ്ങളുടെ ലാഭമായിട്ട് കാണിച്ചിട്ട് വേണം ടാക്സ് അടക്കാൻ. യഥാർത്ഥ ടാക്സ് എന്ന് പറയുന്നത് 40,000 രൂപയാണ്. അല്ലാതെ നിങ്ങളുടെ 50,000 രൂപത്തിൻ്റെ 50,000 രൂപയുടെ ടാക്സ് മാത്രം അടച്ചാൽ പോരാ എന്നർത്ഥം. ഈ പറയുന്നതിനും തെളിവ് കാണിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഇന്ത്യൻ ഇൻകം ടാക്സിൻ്റെ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്ന സെക്ഷൻ വരുന്നത് സെക്ഷൻ നമ്പർ 60 തൊട്ട് 64 വരെയാണ്. ഈ സെക്ഷൻ്റെ ഇതിൻ്റെ ലിങ്കും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കാം. ഇതൊന്നും അറിയാതെ NRIs മിക്കവാറും പേര് വൈഫിൻ്റെ അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. വൈഫ് ഒരു റെസിഡൻറ്റ് ഇന്ത്യൻ ആയിരിക്കും, വൈഫ് അവിടെ ടാക്സ് കൊടുക്കുന്നുണ്ടാവില്ല. കാരണം വൈഫ് 4 ലക്ഷത്തിൻ്റെ ഉള്ളിലാണ് വൈഫിൻ്റെത് മൊത്തം വരുന്നെങ്കിൽ അവിടെ ടാക്സ് കൊടുക്കുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അവിടെയാണ്. ഇതിൻ്റെ പ്രോബ്ലം വരുന്നത് എങ്ങനെയാണ്? ഇത് ഇൻകം ടാക്സ് നോട്ടീസ് ചെയ്യപ്പെട്ട് ഡിസ്ക്രിപ്പൻസീസ് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഫൈൻ എന്താണെന്ന് ഈ എക്സാമ്പിൾ സഹിതം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് 40,000 രൂപയാണ്. പക്ഷേ നിങ്ങൾ അവിടെ കൊടുത്തത് നിങ്ങൾ 50,000-നുള്ള ടാക്സ്, അതായത് 10,000 രൂപ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ ഡിഡക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അതാണ് TDS എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ അവിടെ അടക്കാതിരുന്നത് എത്രയാണ്? വൈഫിൻ്റെ ഗെയിൻ ലാഭം നിങ്ങളുടെ ഇതിൽ കാണിക്കാതെ നിങ്ങൾ അടക്കാതിരുന്ന 30,000 രൂപയാണ്. ആ 30,000 രൂപയാണ് അവിടെ കുറവ് വന്നത്. അതിൻ്റെ പെനാൽറ്റി കാൽക്കുലേഷനാണ് ഈ കാണുന്നത്. സെക്ഷൻ 234B(c) പ്രകാരം ഈ 30,000 രൂപക്ക് ഒരു മാസത്തിന് 1% എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഇയറിലാണ് എന്ന് തൊട്ടാണോ അടക്കാതിരുന്നത് അന്ന് തൊട്ട് ഒരു വർഷം നിങ്ങൾ അടച്ചിട്ടില്ല എങ്കിൽ അത് ഇൻറ്റു 12 മാസം വരെ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അടക്കാനുണ്ടായിരുന്ന ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്, 30,000 രൂപയാണ്. അതിൽ 30,000 ഇൻറ്റു 1% ഇൻറ്റു 12 മാസം അടക്കുമ്പോൾ 3,600 രൂപ എക്സ്ട്രാ. അതുകൂടാതെ ഈ 30,000-ൻ്റെ 200% എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 60,000 രൂപ. ഇത് മൂന്നും കൂടി കൂട്ടുന്ന സമയത്ത് 93,600 രൂപയായിരിക്കും നിങ്ങൾക്ക് വരുന്ന പെനാൽറ്റി. ശരിക്കും നിങ്ങൾ എത്രയാണ് അവിടെ അടക്കേണ്ടിയിരുന്നത്? വെറും 30,000 രൂപ. ഈ ഇൻട്രസ്റ്റും ഇതിൻ്റെ പുറത്ത് വരുന്ന പെനാൽറ്റിയും കൂടി ചേർത്ത് വരുമ്പോഴേക്കും 93,000 രൂപ, ഏകദേശം 3 ഇരട്ടിയിലധികമാണ് ഫൈൻ. കൃത്യമായിട്ട് നിങ്ങളുടെ വൈഫിൻ്റെയോ മദറിൻ്റെയോ ഏതെങ്കിലും റിലേറ്റീവിൻ്റെ പേരിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായി ഈ ടാക്സ് ഇംപ്ലിക്കേഷൻ മനസ്സിലാക്കുക, ടാക്സ് അടച്ചു എന്നും ഉറപ്പുവരുത്തുക. സെക്ഷൻ 111A ഒഴിവാക്കുന്നതിലൂടെ ഒരു റെസിഡന്റ് ഓഫ് ഇന്ത്യന് 4 ലക്ഷം വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് 1 രൂപ പോലും ടാക്സ് അടക്കണ്ട എന്നുള്ളതാണ്. ഇത് അറിയാതെ നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യമായി നമ്മളവിടെ ടാക്സ് അടച്ചു പോകുന്നുണ്ട്. അപ്പം ടാക്സിൻ്റെ സിസ്റ്റം കൃത്യമായി മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഒരു റെസിഡന്റ് ഓഫ് ഇന്ത്യന് അത് വളരെ ബെനഫിഷ്യലാണ്. ഒരു NRIസിനാണെങ്കിൽ കൃത്യമായ അറിവോട് കൂടി ചെയ്താൽ അത് ബെനഫിറ്റും, കൃത്യമായ അറിവില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 3 ഇരട്ടി വരെ ഫൈൻ ലഭിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കാര്യമാണ് ക്ലബിംഗ് ഓഫ് ഇന്ത്യൻ ഇൻകം ആക്റ്റിൽ വരുന്നത്. ടാക്സ് മാനേജ് ചെയ്യുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായ ഒരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഒരു പോർട്ട്ഫോളിയോയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 പില്ലേഴ്സാണ്. ഒന്ന് റൈറ്റ് അസറ്റ് അലോക്കേഷൻ, 2 റൈറ്റ് ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻസ്, 3 റൈറ്റ് ടാക്സ് ഇംപ്ലിക്കേഷൻ ഹാൻഡിലിംഗ്, 4 വരുന്നത് റൈറ്റ് ഡിസിപ്ലിൻ.
ഈ 4 കാര്യങ്ങൾ ചേർന്ന് വന്നാലാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പൂർണ്ണത വരുന്നതും അതുവഴി നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതും. കൃത്യമായി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാം, കൃത്യമായി നമുക്ക് പ്രോഫിറ്റ് എൻജോയ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം ധാരണയുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യാം. പക്ഷെ അറിവില്ല എങ്കിൽ കൃത്യമായ അറിവുള്ളവരുടെ അടുത്ത് ചോദിച്ച് പോർട്ട്ഫോളിയോ കൃത്യമായി മാനേജ് ചെയ്ത് കൊണ്ടുപോയാലാണ് റിയൽ വെൽത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഞാൻ ഈ പറയുന്നതിന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് സെൻട്രൽ ബഡ്ജറ്റ് വരുന്നത്. ഫെബ്രുവരി 1, 2026. ജനങ്ങൾക്ക് ഒരുപാട് ഉപയോഗമുള്ള, ജനങ്ങളുടെ പൾസ് അറിയുന്ന ഒരു നല്ല ബഡ്ജറ്റ് ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ചകളിൽ മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.